മുതലാളി വരണം. ഒടുക്കത്തെ കളക്ഷൻ അല്ലേ മുതലാളി? ഇങ്ങനെ പോയ മിക്കവാറും അവളുമാരി ടാക്കീസ് പൊളിച്ച് മുതലാളിയുടെ പ്ലാൻ പോലെ നല്ല ഒന്നാന്തരം AC DTS തിയേറ്റർ ആയിട്ട് പണിയടാ. DTS അല്ല, അവളുമാർ അതിനേക്കാളും വലുത് പണിയും. ഈ തിയേറ്റർ പൂട്ടിക്കാൻ നിനക്കൊരു ചായക്കട ഇട്ടുന്നുണ്ട്. നാളെ എത്രയാടാ? മുതലാളി അങ്ങനെ പെട്ടെന്ന് പൂട്ടിക്കാൻ പറ്റുമോ? പിന്നെ മുതലാളി, മലപ്പുറത്തൊരു മഹാമാന്ത്രികനുണ്ട്. കുറച്ച് കാശ് ചെലവുണ്ട്. അതായത് കോഴിമുട്ടയിൽ കൂടോത്രം ചെയ്ത് ആവാഹിച്ച് അവളുമാരുടെ പറമ്പിക്കൊണ്ട് കുഴിച്ചിട്ടാല് 7 ദിവസം കഴിയുമ്പോ മുട്ട വിരിഞ്ഞ് കുഞ്ഞാവും അല്ലേ? എന്താ ഈ പച്ചക്കറിയൊക്കെ ആയിട്ട്? അതവിടെ ഇരിക്കട്ടെ. നിന്നെ ഏൽപ്പിച്ച കാര്യം എന്തായി? മുതലാളി കണ്ടോ, ഒരു ദിവസം ഞാൻ ഈ ടാക്കീസിൽ കയറും, എന്നിട്ട് ഫിലിം ഓടിക്കുന്ന പ്രൊജക്ടർ അടിച്ച് മാറ്റും. അതെന്താടാ ഒരു ദിവസം ആക്കുന്നത്? ഇന്നായിക്കൂടെ? ഇന്ന് വെള്ളിയാഴ്ച അല്ലേ? ഇന്ന് പ്രൊജക്ടർ അടിച്ച് മാറ്റാൻ പറ്റിയ ദിവസം അല്ല. മുതലാളി, കടയിലെ സാധനങ്ങളൊക്കെ തീർന്നു. ആദ്യം പറഞ്ഞ കാര്യം ചെയ്യേ, എന്നിട്ട് സാധനമൊക്കെ വാങ്ങിച്ചുതരാം. ഇങ്ങനെയാണെങ്കിൽ ടാക്കീസ് കോപ്പ് പൂട്ടും. മക്കളെ, എന്തിയാ ചേച്ചിമാര്? ഗംഗമോളെ, വിമല മോളെ, പാപ്പച്ചായൻ വന്നു കേട്ടോ. എങ്ങനെയുണ്ട് പഠിത്തൊക്കെ? നന്നായിട്ട് പോകുന്നോ? ദേ, നമ്മുടെ തോട്ടത്തിൽ ഇന്നലെ കൊണ്ടുവന്ന നല്ല ഫ്രഷ് സാധനം. ഇന്ന് പുതിയ സിനിമയാണല്ലേ? എങ്ങനെയുണ്ട്? ആളൊക്കെ ഉണ്ടോ? ഓ, ആളിന്റെ കാര്യമൊന്നും പറയണ്ട അച്ചായ. ഒരു തിയേറ്റർ ഒക്കെ നടത്തിക്കൊണ്ട് പോകാൻ വലിയ കഷ്ടപ്പാടാ അച്ചായ. വളരെ ശരിയാ. ഇത്രയും പോന്ന് ഈ മക്കളെ വെച്ചോണ്ടോ ഒരു സിനിമ ടാക്കീസ് നടത്തിക്കൊണ്ട് വന്ന് വെച്ചാൽ നിസ്സാര കാര്യമൊന്നും അല്ല. വിമല മോളെ സമ്മതിക്കാം. അല്ല, കഴിഞ്ഞ ദിവസം ടാക്കീസ് വന്ന ആരൊക്കെയോ ബഹളം വെച്ചെന്നോ പോലീസ് വന്നെന്നൊക്കെ കേട്ടല്ലോ. അല്ല, ഞാൻ സ്ഥലത്തില്ലായിരുന്നു. ആരൊക്കെ അവര്? ആരാന്നുള്ളത് അയച്ചവർക്കല്ലേ അറിയത്തുള്ളൂ. ആരാണെന്നൊരു വാക്ക് മുളന്നോട് പറഞ്ഞാൽ മതി. അവരെ കൈകാര്യം ചെയ്യുന്ന കാര്യം ഞാനേറ്റു. ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല പാപ്പച്ചായ. ചിലപ്പോ തോന്നി പണ്ടാരൊക്കെ ഇട്ടെറിഞ്ഞങ്ങ് പോവാന്ന്. സത്യം പറയാമല്ലോ മക്കളെ, എനിക്കും പറയാനുള്ളത് തന്നെയാ. നല്ല വില തരുന്ന ഒരു പാർട്ടിയെ ഈ അച്ചായം കൊടുത്തരാം. നമുക്ക് ഈ ടാക്കീസ് ഒക്കെ വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് നല്ലൊരു വീട് വെച്ച് സുഖമായിട്ട് കഴിയാം. കണ്ടോ മക്കളെ, പാപ്പച്ചായന്റെ സ്നേഹം കണ്ടോ? ഇക്കാലത്ത് ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരാളെ ഈ പഞ്ചായത്തിൽ കാണാൻ കിട്ടുവോ? എന്റെ കർത്താവേ, തൃപ്തിയായി, എനിക്ക് സമാധാനായി. ഞാൻ ഇറങ്ങട്ടെ. ഓ ശരി അച്ചായ. ഓ അച്ചായ, ഒരു മിനിറ്റ്, ഇതോടെ കൊണ്ടുവയ്ക്കോ. ഇത് ഇവിടെ അഴുകിപ്പോ. കൈ കൊണ്ടൊന്ന് കൊടുക്കച്ചായ. അതല്ല കറി വെച്ച് തരത്തില്ലയോ? ഫ്രഷ് അല്ലയോ? അതെ അതെ അതെ. ചേച്ചിക്ക് 2 വർത്താനം പറഞ്ഞൂടായിരുന്നു. അയാൾക്ക് നാണമില്ലടി. അയാളോട് എന്തോ പറയാനാ? ഈ പാപ്പയ്ക്കൻ മയിലാളി. അയാള് കാരണം എന്തുമാത്രം കടുകും മുളകും അടുപ്പിലേക്ക് പോകുന്നതല്ലേ? കണ്ടോ, മുളകിന്റെ മണവും വന്നില്ല, കടുകും പൊട്ടിയിട്ടില്ല. ആ ദുഷ്ടൻ ചിരിച്ചോണ്ട് വന്ന് നല്ല പ്രാക്കും ചാകിട്ടാ പോയിരിക്കുന്നത്. നമ്മള് 4 പേരും 4 വഴിക്കും പിരിയണോന്നാ അവന്റെയൊക്കെ മനസ്സിലിരിപ്പ്. ആ പാപ്പച്ചൻ പണ്ടാരക്കാലിന്റെ കണ്ണ് കുത്തി പൊട്ടിപ്പോണേ എന്റെ ഭഗവതി. ആഹാ, പാപ്പച്ചായനോ? എടീ, എന്തിനാ നീ ഇങ്ങനെ ഓടി നടന്ന് പോസ്റ്റ് ഒട്ടിച്ച് കഷ്ടപ്പെടുന്നത്? എന്റെ അച്ചായ, എന്ത് ചെയ്യാനാ? ഈ പഞ്ചായത്ത് മുഴുവൻ എത്ര പോസ്റ്റ് ഒട്ടിച്ചാലും ഉടനെ കീറിക്കളയാൻ ഓരോരുത്തർമാരും ഉരുമിട്ട് ഇറങ്ങിയിരിക്കല്ലേ. അതുമല്ല, ആടുമാടുകളും തിന്നുന്നതായിരിക്കും. ആടിന് മൈദമാവ് വലിയ ഇഷ്ടമാ. കൊറേ നാളായി ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹമാണ്. എന്തോന്ന്? നീ ഇവിടുത്തെ പണിയൊക്കെ വിട്ട് എന്റെ കൂടെ പോരെ. നിനക്ക് ഞാൻ 1-ാം തരം ശമ്പളവും നല്ലോണം ചെലവിന് തരാം. അല്ല, എന്താ ജോലി? അതൊക്കെ നമുക്ക് പിന്നെ തീരുമാനിച്ചാ പോരെ. എന്ത് പറയുന്നു? അപ്പോ ഈ പോസ്റ്ററൊക്കെ ആരൊട്ടിക്കും? അവർക്ക് വേറെ പണിക്കാരെ കിട്ടും. അല്ല, അവളുമാരെ തന്നെ ഒട്ടിക്കട്ടെ. നമുക്കെന്നാ? നമ്മൾ രണ്ടാളും ഒരേ വെള്ളത്തിൽ മുങ്ങിക്കുളിച്ചവരല്ലേ? എന്നാ വൃത്തികേടാ ഈ പറയുന്ന അച്ചായ? ഞാൻ പറഞ്ഞത് മാമോസ വെള്ളത്തിൽ മുങ്ങി 2 സത്യക്രിസ്ത്യാനികളാന്നാ. അത് ശരി, എന്നാ ഞാൻ വരാം. പാപ്പച്ചായൻ ഒരു കാര്യം ചെയ്യാം. ഇവിടുത്തെ പോസ്റ്റർ ഒട്ടിക്കാനും പണികളൊക്കെ ചെയ്യാനും പാപ്പച്ചായന്റെ ഭാര്യ മകളെ ഇങ്ങോട്ട് വിട്. അത് തന്നെ എനിക്കും പറയാനുള്ളത്. കൂടുതൽ നമ്പറൊന്നും ഇങ്ങോട്ട് വേണ്ട. ഈ തിയേറ്റർ ഉള്ളത് കൊണ്ട് അച്ഛനില്ലാത്ത എന്റെ മോളെ ഞാൻ വളർത്തുന്നത്. വന്നിരിക്കുന്നു കൂടെ ചെല്ലൻ. എന്താ എന്ത് പറ്റി? ചേച്ചി, നമ്മുടെ കുഞ്ഞിനെ കാർ സീരിയസ് ആണെന്നാ കേട്ടത്. എത്ര സൂക്ഷിച്ച് റോഡേ കൂടി പോയാലും സംഭവിക്കേണ്ട സംഭവിക്കുമെന്ന് എനിക്കിപ്പോ ബോധ്യായി മോളെ.
ലക്കും ലകാനും ഇല്ലാതെയല്ലേ ഓരോരുത്തന്മാര് വണ്ടി ഓടിക്കുന്നേ. അതെ അതെ ഓരോ ദിവസവും എന്തെല്ലാം അപകടങ്ങളാ പത്രത്തിൽ വായിക്കുന്നേ. ഭാഗ്യത്തിന് ഇത്രയല്ലേ പറ്റുള്ളൂ. അതെ. അമ്മാവ ആരെങ്കിലും ഒക്കെ ഉണ്ടോ സഹായത്തിന്? 5-6 മാസമെങ്കിലും ബെഡ് റെസ്റ്റ് ചെയ്യേണ്ടി വരും. അതിനാരെങ്കിലും വേണ്ടേ? ആയ കാലത്ത് നാട് ചുറ്റി നടന്നു, സമയത്ത് കല്യാണം കഴിക്കാനും പറ്റിയില്ല. പിന്നെ അകന്ന ബന്ധത്തിലൊരു പയ്യനുണ്ട്, അവന് ഫോൺ ചെയ്യാൻ വേണ്ടി അയടാൻ പോയിരിക്കുക. ഓ, എല്ലാവരുടെയും കാര്യത്തിന് ഓടി നടക്കുന്ന ആളാ ആശാൻ. പക്ഷെ ഞങ്ങള് പെണ്ണുങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശരിയാ മോളെ, ഒന്ന് മൂത്രം ഒഴിക്കാൻ പോലും ആരെങ്കിലും സഹായം വേണം. ആ എന്താ മോളെ, അവനെ കിട്ടിയോ? ആ കിട്ടി. അമ്മാവൻ അല്പം കൂടുതലാണെന്നും 24 മണിക്കൂറും കൂടെ ഒരാള് വേണമെന്നും ഞാൻ അങ്ങ് തട്ടിവിട്ടു. അത് ഏതായാലും നന്നായി. ആ ചെറുക്കം വല്ല കഥയെഴുത്തുകാരനും മറ്റോ ആണോ? ഈ ബോർഡും ബാനറും ഒക്കെ എഴുതുന്ന പണിയാ. എന്തായാലും വരാൻ നേറ്റല്ലോ, അത് കാര്യായി. എന്നാ ശരി, ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ, വൈകിട്ട് വരാം. ശരി. ഓ, ആ ചാരായമുള്ള സമയമായിരുന്നെങ്കിൽ 2 എണ്ണം അടിച്ചിരുന്നെങ്കിൽ ശരീരത്തിന്റെ വേദനയും നീർക്കെട്ടിലും ഉടനെ തന്നെ പോയേനെ. അത് നിരോധിച്ചവരുടെ തലയിൽ. അയ്യോ എന്റെ പൊന്ന അമ്മാവാ, ആ മനുഷ്യൻ ഡൽഹിയിലെങ്കിലും സുഖമായിട്ട് ജീവിച്ചോട്ടെ. ആ എന്നാ അവിടെ ഇരിക്കട്ടെ. എന്നാ ഇത് കുടിക്കാൻ. നോക്കിയോ? മുഴുവനും ഉണ്ടല്ലോ. ഇല്ല, കാണായിരുന്നു. എന്നാ സമയം നാളെ വരണ്ട കേട്ടോ. അത് ശരി, ശമ്പളം തന്നൂന്ന് കരുതി ചുമ്മാ അങ്ങോട്ട് പോകാനൊന്നും പറ്റില്ല. മിനിമം 6 മാസം മുമ്പെങ്കിലും രേഖാമൂലം നോട്ടീസ് തന്നറിയിക്കണം. അതാണ് ഇവിടുത്തെ തൊഴിൽ നിയമം. അതറിയാവോ ഷിക്കാഗോയിൽ എന്താ നടന്നത്? എന്ത്? ഉസ്ബെക്കിസ്ഥാനിലും പാകിസ്ഥാനിലും എന്ത് കിടന്നു പെലെ അത് വ്യക്തമായിട്ട് പറഞ്ഞല്ലേ. ചുമ്മാ ഒരു ടാക്കീസും പണിത് കെട്ടി ചൂരെടുത്ത് മുറ്റം അടിച്ചുകൊണ്ടുള്ള കാര്യമൊന്നും നടക്കില്ല. നിങ്ങൾ കാര്യം പറ. എല്ലാ കാര്യം എന്നോട് പറയണോടാ. പറയേണ്ട വരും. എടാ, അമ്മയുടെ ശ്രാദ്ധമാടാ മണ്ട. ശ്രാദ്ധം? ചേച്ചി എന്താ ചേച്ചി സത്യം പറ. എടാ, അമ്മയുടെ ഓർമ്മ ദിവസാടാ. അതായിരുന്നു. ആ, പേടിപ്പിച്ചു കളഞ്ഞല്ലേ ചേച്ചി. നാളെ സദ്യ ഉണ്ട്, നീ വരണം കേട്ടോ. സദ്യയൊക്കെ ഉണ്ട് ഇതിന്. അത് ശരി. അപ്പൊ ഇത് ആണ്ടിൽ നടത്തുന്ന എന്തിനാ? ദിവസവും നടത്താൻ മേലേ ശ്രാദ്ധം? അതെന്നാ അത്? എത്രയായി? 30 രൂപ. 30 രൂപയോ? അമ്മച്ചി പെട്രോളിനൊക്കെ വലിയ വിലയാ, ഇപ്പൊ ജീവിക്കട്ടെ. നിങ്ങൾ അങ്ങനെ എല്ലായിടത്തും പിടിച്ചു പറിച്ച് ജീവിക്കരുത്. ഞാൻ എപ്പോഴും 20 രൂപയാ കൊടുക്കുന്നത്. 20 രൂപ മതി. അതൊക്കെ മതി. ആ ബാഗ് ഞാൻ എടുക്ക. ചേച്ചി, അടുത്തത് 955 രൂപ. ഉണ്ണി, ആ വിളക്കില് കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കണം, അത് അണയാതെ നോക്കണേ. കരിന്തിരി കത്തിക്കൂടാ. ചേച്ചി, ഞാൻ പോയി നോക്കാം. അമ്മായി, മോളെ ഞാൻ വന്നു. അയ്യോ, നല്ല ആളാ. ഇപ്പഴെങ്കിലും വന്നല്ലോ. രാവിലെ അമ്മായിയും കൂട്ടി ബലിയിടാൻ പോണോന്ന് വിചാരിച്ചതാ. എന്റെ കാര്യമൊക്കെ നിനക്ക് അറിഞ്ഞൂടെ വിമലേ? നമ്മുടെ മണ്ണാത്തി ജാനൂനെ പോലെയാ എന്റെ കാര്യം. അലക്കൊഴിഞ്ഞിട്ട് നേരമില്ല. നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള ഉണ്ണിയപ്പം, മുറുക്ക് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. എടുത്ത് കഴിക്കാം. എല്ലാം നിനക്കുള്ളതല്ലടി. അടുത്ത പ്രാവശ്യം വരുമ്പോ ഞാൻ കൊണ്ടുവരും. അമ്മായി, ഞങ്ങൾ ഇവിടുന്ന് പ്രശ്നമില്ല. ഒരു 4 ദിവസമെങ്കിലും ഞങ്ങളുടെ കൂടെ നിൽക്കണം. അത് നന്നായി. അവിടെയും നിങ്ങളെ പോലെ 2 പെമ്പിള്ളേരുണ്ട്. അവരുടെ കാര്യം കൂടെ നോക്കണ്ടേ? അടുത്ത മാസം ഗോപാലകൃഷ്ണൻ നാട്ടിൽ വരുന്നുണ്ട്. അവൻ വന്നാ പിന്നെ വീട്ടിലാളായി. അപ്പൊ പിന്നെ എനിക്ക് എപ്പ വേണമെങ്കിലും ഇങ്ങോട്ട് വരികയോ നിൽക്കുകയോ ഇരിക്കുകയോ കിടക്കുകയോ എന്ത് വേണമെങ്കിലും ആവാം. ഗോപിയേട്ട വന്ന അപ്പൊ തന്നെ അമ്മായി അറസ്റ്റ് ചെയ്തും കൊണ്ടുവരണം കേട്ടോ. അന്നമ്മായി വാക്ക് മാറ്റി പറയരുത്. നിങ്ങൾക്ക് 4 ആൾക്കും അങ്ങോട്ട് വന്ന് 2 ദിവസം നിന്നൂടെ? അതും നിങ്ങൾ കളിച്ചു വളർന്ന വീടല്ലേ. എന്റെ അമ്മായി, ടാക്കീസ് അടച്ചിട്ടേച്ച് എങ്ങനെ അമ്മായി ഞങ്ങൾ അങ്ങോട്ട് വരുന്നേ? ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളല്ലേ. എന്നാലും അമ്മായിയെ കുറിച്ച് ഞങ്ങൾ പറയാത്ത ദിവസങ്ങളില്ല. ഞങ്ങൾക്ക് അമ്മയെ പോലെ തന്നെ അല്ലേ അമ്മായി? അമ്മായി കാരണല്ലേ ഞങ്ങൾ 4 ആളും ഇവിടെ എങ്ങനെ ജീവിക്കുന്നത്.